ഹലോ ഗൈസ്, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഡെക്ക് ചെയിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ഡെക്ക് ചെയിൻ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഈ ഒരു ഡെക്ക് ചെയിൻ എന്ന് പറയുന്നത് ടോൺ നെറ്റ്വർക്കിൽ വരുന്ന ഒരു ലെയർ 2 പ്രൊജക്റ്റാണ്. ഈ ഒരു പ്രൊജക്റ്റിനെ ബാക്ക് ചെയ്യുന്നത് ആർബിട്രോൺ നെറ്റ്വർക്കും അതുപോലെ തന്നെ ടോൺ സ്കെയിൽ ലാബ്സുമാണ്. അതുപോലെ തന്നെ ഇവരുടെ മറ്റു പാർട്ട്നേഴ്സിനെ നോക്കുകയാണെങ്കിൽ അതിൽ പാർട്ടിക്കിൾ നെറ്റ്വർക്ക്, ഓൾട്ടോ ഫിനാൻസ്, ഗേറ്റ് വാലറ്റ് അതുപോലെ സേഫ് പാലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു എയർ ഡ്രോപ്പ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡെക്ക് ചെയിൻ്റെ ടെസ്റ്റ് നെറ്റ് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതുപോലെ മാക്സിമം പോയിൻറ്റ്സ് എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. ടെസ്റ്റ് നെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ വലിയ ടാസ്കുകളൊന്നുമില്ല, ചെറിയ രീതിക്കുള്ള ടാസ്കുകൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ടെസ്റ്റ് നെറ്റിൽ വരുന്നത് NFTs മിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ടോൺ കൊടുത്തോ അല്ലെങ്കിൽ സ്റ്റാർ കൊടുത്തോ മിൻറ്റ് ചെയ്യാൻ പറ്റും. ടോൺ എന്ന് പറയുന്നത് ടെസ്റ്റ് ടോൺ ആണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ടോൺ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നെറ്റിൻ്റെ ഈ ഒരു പേജിൽ വന്നാൽ ഇവിടെ നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ കാണാം. അപ്പോൾ അതിൽ ടെസ്റ്റ് സ്റ്റാർ, അതുപോലെ ടെസ്റ്റ് ടോണ്, പിന്നെ ക്യുമുലേറ്റീവ് കൺസെപ്ഷൻ എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷൻ കാണാം. ഈ ഒരു ടെസ്റ്റ് സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ടെലഗ്രാം സ്റ്റാർസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടില്ല. പക്ഷേ അതിൻ്റെ താഴെയുള്ള ഈ ഒരു ടെസ്റ്റ് ടോൺ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെഡ് കളർ മാർക്ക് ചെയ്ത ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കണക്റ്റ് വാലറ്റ് എന്നായിരിക്കും കാണിക്കുക. ആദ്യം നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാർട്ടിക്കിൾ നെറ്റ്വർക്കിൻ്റെ വാലറ്റ് ഓപ്പൺ ആയി വരും. അപ്പോൾ ആ ഒരു വാലറ്റ് ഓപ്പൺ ആയി വന്ന ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു കണക്റ്റ് വാലറ്റ് മാറി അവിടെ നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സ് കാണാൻ പറ്റും. ശേഷം ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷൻ കാണാം. അതിൽ ആദ്യത്തേതിൽ വരുന്നത് ഡെപ്പോസിറ്റ് സ്റ്റാർ, അതുപോലെ ഫോസറ്റ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ആണ്. ഈ ഒരു ഡെപ്പോസിറ്റ് സ്റ്റാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ടെലഗ്രാം സ്റ്റാർസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഡെപ്പോസിറ്റിന് നിങ്ങൾക്ക് 5 മിൻസ് കിട്ടുന്നതാണ്. അതായത് 5 NFTs നിങ്ങൾക്ക് മിൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ടോൺ നമുക്ക് വാലറ്റിലേക്ക് എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് നോക്കാം. അതിനവിടെ കാണുന്ന ഫോസറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാം. ഒന്ന് കണക്റ്റ് വാലറ്റ് എന്നാണ് കാണിക്കുക. അത് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ അവിടെ കണക്റ്റ് വാലറ്റ് എന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഓപ്പൺ ആയ ആ ഒരു പാർട്ടിക്കിളിൻ്റെ വാലറ്റ് കണക്റ്റ് ആവുന്നതാണ്. അതിനുശേഷം അവിടെ സെൻഡ് മീ ടോൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിക്വസ്റ്റ് സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പോപ്പപ്പ് കാണാൻ പറ്റും. അപ്പോൾ എല്ലാ 24 ഹവേഴ്സിലും നിങ്ങൾക്ക് ഒരു തവണ ഈ ഒരു ഫോസറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് സബ്മിറ്റഡ് എന്ന ഈ ഒരു പോപ്പപ്പ് വന്നതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ബാക്ക് പോയിട്ട് നമ്മുടെ ഡെക്ക് ചെയിനിലേക്ക് പോവുക. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കാണിച്ച ടെസ്റ്റ് സ്റ്റാർ, അതുപോലെ ടെസ്റ്റ് ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു 2 സെക്ഷനിൽ ടെസ്റ്റ് ടോണിൽ ചെറിയൊരു എമൗണ്ട് ടെസ്റ്റ് ടോൺ വരുന്നതായിരിക്കും. അപ്പോൾ മുകളിൽ ആ ഒരു ടെസ്റ്റ് ടോൺ വന്നതിന് ശേഷം ഇവിടെ ഈ കാണുന്ന സ്റ്റെപ്പ് 2 മിൻറ്റ് വിത്ത് ടോൺ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. അപ്പോൾ നിങ്ങൾ സ്റ്റാർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ വെച്ചിട്ട് മിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ടോൺ വെച്ച് മിൻറ്റ് ചെയ്യാം. ആ ഒരു മിൻറ്റ് വിത്ത് സ്റ്റാർ എന്ന ആ ഒരു ബട്ടൻ്റെ താഴെ റിമൈനിങ് മിൻസ് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതായത് എത്ര മിൻസാണ് നമുക്കിനി ബാക്കിയുള്ളത് എന്നാണ് അവിടെ കാണിക്കുന്നത്. എൻ്റെ കേസിൽ ഇപ്പോൾ 1 ബാക്കിയുള്ളത്. അപ്പോൾ ഞാനത് മിൻറ്റ് വിത്ത് സ്റ്റാർ കൊടുത്തു. ഓൾറെഡി എൻ്റെ കയ്യിൽ സ്റ്റാർ ഉള്ളത് കൊണ്ട് ഞാനത് കൊടുത്തു. ഇല്ലെങ്കിൽ ടോൺ കൊടുത്താലും മതി. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പോപ്പപ്പ് വരും. അവിടെ നിങ്ങൾക്ക് സൈൻ ചെയ്യാനുള്ള ഒരു മെസ്സേജാണ്. അതായത് നമ്മുടെ വാലറ്റിൽ നിന്ന് കൺഫേം ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളവിടെ കൺഫേം കൊടുക്കുക. അപ്പോൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു NFT മിൻറ്റ് ആവുന്നതാണ്. ജസ്റ്റ് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ വരും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ വരുന്നത് ഈ ഒരു ഡെക്ക് ചെയിനിൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഡെയിലി പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡെയിലി ചെക്ക് ഇൻ ഉണ്ട്, അതുപോലെ വാലറ്റ് ചെക്ക് ഇൻ ഉണ്ട്, പിന്നെ ട്വിറ്റർ ഇൻ്ററാക്ഷൻ, അതുപോലെ 1 ടൈം എന്ന ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് 2-3 ടെലഗ്രാം ബോട്ടിൽ ജോയിൻ ചെയ്യാനും അതുപോലുള്ള ടാസ്കുകളൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്നത്. പിന്നെ ടെസ്റ്റ് നെറ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എത്രത്തോളം NFTs മിൻറ്റ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ NFTs മിൻറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 മിൻറ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ എവരി 5 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഓരോ മിൻറ്റ് വെച്ച് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഡെക്ക് ചെയിനിൽ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് വന്നാൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.